ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്രമതിക്ക് ശ്രുതി കൊടുത്ത മുക്കുപണ്ടവുമായിട്ട് പണയം വെക്കാൻ ചെന്ന ശ്രുതി ഇപ്പോൾ സ്റ്റേഷൻ റിമാൻഡിലാണുള്ളത്. അങ്ങനെ സ്റ്റേഷനിൽ ലോക്കപ്പിലിരിക്കുന്ന ശ്രുതിയെ കാണാനായിട്ട് ആരും അങ്ങോട്ടേക്ക് പോകണ്ടെന്ന് ചന്ദ്രമതി ഉറപ്പിച്ച് പറയാണ് കേട്ടോ. കാരണം കള്ളത്തരങ്ങൾ പറഞ്ഞു ചന്ദ്രയുടെ ഒരു വാക്കുപോലും വിലമതിക്കാതെ ശ്രുതി പോയിട്ട് കേസിൽ കുടുങ്ങിയതാണല്ലോ. അതുകൊണ്ട് തന്നെ രവീന്ദ്രനൊക്കെ പറയുന്നുണ്ടെങ്കിലും സച്ചിയോടും ചന്ദ്രമതി പറയുന്നത് പോകണ്ടെന്നാണ് കേട്ടോ. എന്നാൽ സച്ചിക്ക് സമാധാനം ഇല്ലാതെ സച്ചി രാത്രിയിൽ തന്നെ പോയി ശ്രുതിയെ പോയി സ്റ്റേഷനിൽ കണ്ടിട്ട്, ശ്രുതി ഞാൻ എന്നും നിന്നോടൊപ്പം ഉണ്ട്, അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് നിന്നെ കാണാൻ പോകരുതെന്ന്. അത്രയ്ക്ക് സങ്കടമുണ്ട് അമ്മയ്ക്ക്. എന്തായാലും അതൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. നീ ഇവിടെ ജയിലിൽ കിടക്കുമ്പോൾ എനിക്ക് സമാധാനമായിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റില്ലല്ലോ. എന്തൊക്കെ പറഞ്ഞാലും നീ എൻ്റെ ചേട്ടനല്ലേ എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ സമാധാനിപ്പിച്ചതിന് ശേഷം എനിക്കും കൂടി ഇവിടെ ഇരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ നിന്റെ കൂടെ ഇവിടെ തന്നെ ഇരുന്നേനെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നീ വിഷമിക്കണ്ട, നാളെ രാവിലെ തന്നെ ഞാൻ വക്കീലിനെയും കൂട്ടി വന്ന് നിന്നെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് സച്ചി ശ്രുതിയെ സമാധാനിപ്പിച്ചിട്ടൊക്കെയാണ് അവിടെ നിന്ന് പോകുന്നത്. ഈ സമയം ചന്ദ്രയും രവിയും കൂടിയിട്ട് ശ്രുതിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്ര, എന്തായാലും നാളെ തന്നെ അവനെ ഒന്ന് പോയി ഇറക്കണം, എന്തായാലും അവൻ ചെയ്തത് തെറ്റ് തന്നെയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രവി രേവതിയോട് സച്ചിയെക്കുറിച്ച് അന്വേഷിക്കുന്നത്. അങ്ങനെ രേവതി പറയാനായിട്ട് തുടങ്ങുന്ന സമയത്താണ് നമ്മുടെ സച്ചി സ്റ്റേഷനിൽ പോയിട്ട് കാറും കൊണ്ട് വീട്ടിലേക്ക് കയറി വരുന്ന കേട്ടോ. അങ്ങനെ സച്ചിയെ കാണുന്നതേ രവി ചോദിക്കുന്നുണ്ട്, എടാ ഇത്രയും നേരമായിട്ട് നീ എവിടെയായിരുന്നു എന്നേ. സച്ചി മറുപടി പറയുന്നില്ല. രേവതിയാണ് മറുപടി പറയുന്നത്, അച്ഛാ അദ്ദേഹം സ്റ്റേഷനിൽ പോയിരിക്കുമായിരുന്നെന്ന്. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ വരുന്നത്. ചന്ദ്രമതി വന്നിട്ട് പറയുന്നുണ്ട്, എടാ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ സ്റ്റേഷനിൽ പോവരുതെന്ന്, പിന്നെ എന്തിനാ നീ പോയെന്നൊക്കെ ചോദിച്ചിട്ട് വഴക്കൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ചന്ദ്ര ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ട് ആ കള്ളി കൊടുത്ത മുക്കുപണ്ടവുമായിട്ട് അവൻ പോയതല്ലേ, അവൻ അവിടെ കിടന്ന് നാണം കെടട്ടെ, എന്തായാലും ഇനി ആളുകളുടെ മുമ്പിൽ എങ്ങനെയാ ഞാൻ തലയുയർത്തി നടക്കുക എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടു കൂടി ചന്ദ്ര കയറി പോകുന്നുണ്ട്. ഈ സമയം രേവതി രവിയോട് പറയുന്നുണ്ട്, അച്ഛൻ ഇനി ഈ ഉറക്കം വെറുതെ കളഞ്ഞ് അസുഖങ്ങളൊന്നും വരുത്തി വെക്കണ്ട, അച്ഛൻ പോയി കിടന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ രവി പറയുന്നുണ്ട്, കിടക്കാന്ന് മാത്രമേ ഉള്ളൂ, ഉറക്കമൊന്നും വരില്ല എന്നും പറഞ്ഞ് രവിയും വിഷമിച്ച് റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ രേവതി ആണെങ്കിൽ സച്ചിയെ കിടക്കാൻ വിളിക്കുമ്പോഴും സച്ചി ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എനിക്ക് കിടക്കാൻ പറ്റില്ല രേവതി എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ പിന്നീടായിട്ട് കാണിക്കുന്നത് നമ്മുടെ ശരത്തും ദേവുവും ലക്ഷ്മിയമ്മയും കൂടിയൊക്കെ നിൽക്കുന്നതാണ് കേട്ടോ. ലക്ഷ്മിയമ്മയാണെങ്കിൽ ദേവുവിനെ വഴക്ക് പറയുന്നുണ്ട്, എവിടെ പോയതാണ് നീ, വീണ്ടും എർണിനെ കാണാൻ പോയോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഞാൻ ഇനി ഒരിക്കലും കാണാൻ പോവില്ല എന്ന്, ഞാൻ ഇനി എന്നെ കാണരുതെന്നും പറയാൻ വേണ്ടിയിട്ടാണ് പോയത്. ഞാൻ കാരണം മറ്റാരുടെയും സന്തോഷവും എൻ്റെ ചേച്ചിയുടെ ജീവിതമൊന്നും കളയണ്ടെന്നുള്ള രീതിയിൽ ലക്ഷ്മി അമ്മേനെ ഒരുമാതിരി കുത്തി പറഞ്ഞിട്ട് ദേവു കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട്. ഈ സമയം ശരത്ത് ചോദിക്കുന്നുണ്ട്, അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞെന്നേ. അതൊന്നും സാരമില്ല, അവൾക്ക് ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ. സച്ചിമോ സമ്മതിക്കാതെ ഈ വിവാഹം നടക്കില്ലെന്നും അറിയാം. എന്തായാലും സച്ചി നല്ലൊരു ചെറുക്കനെ ദേവുവിന് വേണ്ടിയിട്ട് കണ്ടെത്തി കൊണ്ടുവരുമെന്നൊക്കെ ലക്ഷ്മി അമ്മ ശരത്തിനോട് പറയുന്നുണ്ട്. അങ്ങനെ ലക്ഷ്മി അമ്മയുടെ വാക്കിനകത്തും നമ്മുടെ ശരത്ത് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ചേച്ചി ഇന്നേ വരെ ഒരാവശ്യവും പറഞ്ഞിട്ടില്ല, ചേച്ചിക്ക് നല്ലൊരു ഫുഡ് വേണമെന്നോ വസ്ത്രം വേണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ചേച്ചിക്ക് അരുണേട്ടനെ മറക്കാൻ പറ്റുമെന്നോ തോന്നുന്നില്ല. അങ്ങനെ രേവതി ചേച്ചീനെയും സച്ചിയേട്ടനെയും കൂടെ വിളിച്ചിട്ട് സച്ചിയേട്ടനോട് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് നോക്കണമെന്ന് ശരത്തും തീരുമാനിക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ സച്ചിയാണെങ്കിൽ വക്കീലിനെയും കൂട്ടിയിട്ട് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. ശ്രുതിയെ സെല്ലിൽ നിന്ന് പുറത്തിറക്കി അവിടെ ഇരുത്തിയിരിക്കുകയാണ്. അങ്ങനെ SI സാർ ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് വക്കീലിനെയും കൂട്ടി SI സാറിനെ പോയി സച്ചി കാണുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട്, എന്തായാലും ശ്രുതിയുടെ
മൊഴിയിൽ നിന്ന് ഞങ്ങൾക്ക് എന്തൊക്കെയോ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹത്തിന് അറിഞ്ഞുകൊണ്ട് പറ്റിയതല്ലെന്ന് തന്നെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും വക്കീലിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ വിളിച്ച ഉടനെ കേസിൻ്റെ ബാക്കി ആവശ്യങ്ങൾക്കായിട്ട് എപ്പോഴും റെഡിയായിരിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവനെ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിക്ക് ഒരു വാണിംഗ് ഒക്കെ കൊടുത്ത് മൊബൈൽ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ഒന്നും ആക്കി വെച്ചേക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയെ അവിടെ നിന്ന് വിട്ടയക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വക്കീലിന് നന്ദി പറഞ്ഞിട്ട് സച്ചിയും ശ്രുതിയും കൂടിയിട്ട് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് നമ്മുടെ ചന്ദ്രമതി ഓട്ടോയിൽ വന്ന് സ്റ്റേഷനിൽ ഇറങ്ങുന്നത്. അങ്ങനെ ശ്രുതിയെ കണ്ടതും ചന്ദ്രമതി ഓടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. സച്ചിയോട് ശ്രുതി പറയുന്നുണ്ട് അമ്മേനെ. ചന്ദ്രമതിയെ കാണുമ്പോൾ ശ്രുതിക്കും വല്ലാത്തൊരു പേടിയൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ ചന്ദ്ര വരുന്ന ദേഷ്യത്തിന് ഒരു പുറത്ത് പബ്ലിക് പ്ലേസ് ആണെന്ന് പോലും നോക്കാതെ ശ്രുതിക്കിട്ട് നല്ല അടി കൊടുക്കുകയാണ് കേട്ടോ. എടാ നീ എന്നാലും എന്നെ ഇങ്ങനെ പറ്റിച്ച് കളഞ്ഞല്ലോടാ. നിന്റെ എല്ലാ കൊള്ളരുതായ്മയ്ക്കും കൂട്ടുനിന്ന എന്നോട് നീ ചതി ചെയ്തല്ലോ. ആ പെരുങ്കളി തന്ന മുക്കുകൊണ്ടോ എടുത്തോണ്ട് നീ കൊണ്ടുപോയി പണയം വെക്കാൻ പോയിരുന്നല്ലേ. നിനക്ക് പണം വേണമായിരുന്നെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോരായിരുന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് നല്ല അടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും സച്ചിയും പറയുന്നുണ്ട് ഇനിയിപ്പോൾ അടിച്ചിട്ട് എന്താ കാര്യം, എല്ലാ കാര്യങ്ങൾക്കും വഷളാക്കി കൊടുക്കുന്നത് അമ്മ തന്നെയല്ലേന്നേ. എന്തായാലും ബാ നമുക്ക് വീട്ടിലേക്ക് പോവാന്ന് സച്ചി പറയുന്നുണ്ടെങ്കിലും ചന്ദ്ര പറയുന്നുണ്ട് അവിടെ നിൽക്ക്, എനിക്ക് ഒരിടം വരെ പോകാനുണ്ട്, അങ്ങോട്ടേക്ക് വണ്ടി എടുക്കുന്നേ. സച്ചി ചോദിക്കുന്നുണ്ട് എവിടേക്കാണെന്ന്. ഈ സമയം പറയുന്നുണ്ട് എനിക്ക് സമ്മാനമായിട്ട് മുക്കുപണ്ടമായിട്ട് വന്ന ഒരു ദരിദ്രവാസിയില്ലേ, അവളുടെ വീട്ടിലേക്കൊന്ന് പോയിട്ടേ ബാക്കിയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതിയും സച്ചിയും ചന്ദ്രമതിയും കൂടി നമ്മുടെ നേരെ മീരയുടെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ സച്ചിയുടെ കാറ് മീരയുടെ വീടിന്റെ മുറ്റത്ത് തന്നെ ചെല്ലുമ്പോൾ തന്നെ മീര ഇത് കാണുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ഓടി ചെന്നിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട് എടി എന്തായാലും നീ വിചാരിച്ചതുപോലെ തന്നെ നിന്റെ അമ്മായിയമ്മ വന്നിട്ടുണ്ടെന്നാ തോന്നുന്നത്. സച്ചിയുടെ കാറ് വന്നേക്കുന്നതന്നെ. ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ആന്റി സ്വർണം കണ്ടാ വീഴുമെന്ന്, എന്നെ കൂട്ടിക്കൊണ്ടു പോവാൻ വന്നതാ. എൻ്റെ ആ കത്തോടെ കണ്ടപ്പോഴേ അവരങ്ങ് അലിഞ്ഞില്ലാതായി കാണും എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പോയി ബാഗൊക്കെ പാക്ക് ചെയ്യാണ് കേട്ടോ. ധൃതി വെച്ച് ബാഗൊക്കെ പാക്ക് ചെയ്ത് എടുത്തോണ്ട് വരുന്ന സമയത്ത് മീരയാണ് പോയി കതക് തുറക്കുന്നത്. അപ്പോൾ ശ്രുതി ഓടി വന്നിട്ട് ആൻറ്റി എന്ന് പറഞ്ഞിട്ട് ഓടി ചെല്ലുവാണ്. ശ്രുതി വരുന്ന വരവിന് ചന്ദ്ര അടി അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ, കർണം തീർത്തിട്ട്. ഇതേക്കുമ്പോഴത്തേന് ആൻറ്റി എന്താന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും മീരയും അങ്ങ് ഷോക്കായി പോവാണ് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് നീ എന്താടി കരുതിയത്, ഒരു കത്തും ഒരു സ്വർണമാലയും കൂടെ കൊടുത്തു വിട്ടാൽ എൻ്റെ മനസ്സങ്ങ് മാറുമെന്നോ, നിന്നെ എഴുന്നള്ളിച്ചുകൊണ്ട് പോകാൻ വന്നതാണെന്നാണോ നീ വിചാരിച്ചത്? നീ എത്ര ചെയ്താലും നീ നന്നാവില്ലല്ലേടി. ഞാനോർത്തു നീ പറയുന്നത് മാത്രമേ കള്ളത്തരങ്ങളുള്ളെന്ന്. എന്നാൽ നീ ചെയ്തു കൂട്ടുന്ന ഓരോന്നും കള്ളത്തരങ്ങൾ കൊണ്ട് മാത്രമാണല്ലോടി. ഇതുപോലൊരു സ്ത്രീയെ ഞാൻ ലോകത്തിൽ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കാര്യം എന്താണെന്ന് മനസ്സിലാവാതെ ഇങ്ങനെ മിഴിച്ചു നിൽക്കുകയാണ് നമ്മുടെ മീരയും. മീര ഇങ്ങനെ സച്ചി ഒരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ. സച്ചിയുടെ നോട്ടം കാണുമ്പോൾ തന്നെ മീരയ്ക്കും ആകെ അങ്ങ് ടെൻഷനായിട്ട് മീര ഇങ്ങനെ പുറകോട്ട് മാറി നിൽക്കുന്നുണ്ട്. എന്നാൽ ശ്രുതിയാണെങ്കിൽ ആൻറ്റി എന്താ ഈ പറയുന്നത്? ആൻറ്റി എത്ര വേണേലും എന്നെ അടിച്ചോ, ഞാൻ അന്നൊരു കള്ളത്തരം പറഞ്ഞു പോയി. പിന്നെ ആൻറ്റി ഞാൻ എൻ്റെ മനസ്സ് തൊട്ട് എൻ്റെ അമ്മയെ കരുതിക്കൊണ്ടാണ് ആൻറ്റിക്ക് ഞാൻ ആ ലെറ്റർ എഴുതിയത്. ഞാൻ അത്രത്തോളം ആൻറ്റിയെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറയുകയാണേ. നിർത്തടി നിൻ്റെ നാടകം. നീ എന്നെ അമ്മയെ പോലെയാണ് കണ്ടതല്ലേ. നീ എന്താ കരുതിയത്? നീ സ്വർണം അങ്ങോട്ട് കൊടുത്തു വിട്ടാൽ എൻ്റെ കണ്ണു മഞ്ഞളിച്ച് ഞാൻ നിന്നെ വന്ന് കൂട്ടിക്കൊണ്ടു പോകുമെന്നോ? അപ്പോഴേക്കും മീര ചോദിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ശ്രുതിയെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതല്ലേ? സച്ചി പറയുന്നുണ്ട് ആ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വരും, പക്ഷേ ഞങ്ങൾ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല വരുന്നത്. ഞാൻ കൊണ്ടുപോകാനായിട്ട് നല്ല പോലീസ് ജീപ്പ് കൊണ്ടായിരിക്കും വരുന്നേന്നേ. അപ്പോഴേക്കും കാര്യമൊന്നും മനസ്സിലാവാതെ ശ്രുതിയും മീരയും ഇങ്ങനെ നോക്കുന്നുണ്ട്. ഈ സമയം ശ്രുതി പറയുന്നുണ്ട്
ശ്രുതി, നിന്നോട് ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? നീ എന്നെ ഇത്രമാത്രം ദ്രോഹിക്കാനായിട്ട്? നീ കൊടുത്തുവിട്ട ആ മുക്കുവണ്ടം പോലീസ് സ്റ്റേഷനിൽ പോയത് ഞാനാണ്. ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ പോലീസ് സ്റ്റേഷനിലായിരുന്നു. സച്ചി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ വരത്തു പോലും ഇല്ലായിരുന്നു എന്നൊക്കെ പറയുകയാണേ. ഇത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എടാ, നീ വീണ്ടും അവളുടെ മുമ്പിൽ പോയി നിന്ന് കെഞ്ചാൻ നിനക്ക് നാണമില്ലേ? അവളുടെ മുഖം അടിച്ചൊരെണ്ണം കൊടുത്തിട്ട് ബാക്കി പറയടാന്ന് പറയുന്നുണ്ട്. ഈ സമയം ശ്രുതിക്ക് അങ്ങോട്ട് മനസ്സ് വരുന്നില്ല. അപ്പോഴേക്ക് ചന്ദ്ര പറയുന്നുണ്ട്, കണ്ടില്ലേടി, ഇതാ എൻ്റെ മോന് ഞാൻ പഠിപ്പിച്ച് വളർത്തി വിട്ടത്. അവന് ഇത്രത്തോളം മനുഷ്യത്വം ഉള്ളതുകൊണ്ടാണ് നീ ഇന്ന് ജീവനോടെ പോലും ഇരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവർ പെട്ടെന്ന് തന്നെ ഇത് തിരിച്ചറിഞ്ഞല്ലോ. ഓ, ഈ മണ്ടൻ ശ്രുതിയുടെ കാര്യം അതും എടുത്തുകൊണ്ട് ശ്രുതി ഉടനെ പണം വെക്കാൻ പോവെന്ന് ഞാൻ കരുതിയില്ലല്ലോ എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എന്നാൽ ചന്ദ്രയാണെങ്കിൽ ശ്രുതിയോട് പറയുന്നുണ്ട്, അതെ, നിന്റെ സ്വർണം കണ്ട് ഞാൻ കണ്ണു മഞ്ഞളിച്ചൊന്നും പോയിട്ടല്ല. നീ എന്താടി എന്നെ കുറിച്ച് കരുതിയിരുന്നത്? ഇവന്റെ കയ്യിൽ ഞാൻ കൊണ്ടുപോയി വന്നതുപോലെ മീരയുടെ കയ്യിൽ കൊടുക്കാനായിട്ട് തിരിച്ചു കൊടുത്തു വിട്ടതാണ്. ഇവന് എൻ്റെ വാക്കിന് വില കൽപ്പിക്കാതെ ഈ പൊട്ടന് നിന്നെ ഇതുവരെ മനസ്സിലായിട്ടില്ലല്ലോ. ഇവൻ അത് കൊണ്ടുപോയി പണയം വെച്ചതാണ് എല്ലാത്തിനും കാരണമെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രൻ നിന്നങ്ങ് തുള്ളുവാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അമ്മേ, ഞാനത് പറഞ്ഞല്ലോ, എനിക്ക് കാശിനൊരു അത്യാവശ്യം ഉള്ളതുകൊണ്ടാണെന്ന്. അതേടാ, നിന്റെ ഈ അത്യാവശ്യം മുഴുവൻ മുതലെടുത്താണ് ഇതുപോലുള്ള അവളുമാര് നമ്മുടെ വീട്ടിൽ കയറി കുറെ എല്ലാവരെയും പറ്റിച്ച് നടന്നത്. ഇനിയും നീ പഠിച്ചില്ലെങ്കിലേ ഇവളെ പോലുള്ളവരുടെ അഴിഞ്ഞാട്ടം മുഴുവൻ കാണേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല താക്കീത് കൊടുക്കുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ കരഞ്ഞുകൊണ്ടിങ്ങനെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. ശ്രുതി, എന്നോട് ക്ഷമിക്കും ശ്രുതി, ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല എന്നൊക്കെ. എന്നാൽ നമ്മുടെ ശ്രുതിയുടെ മട്ടും ഭാവവും ഒക്കെ അങ്ങ് ആകെ മാറുകയാണ് കേട്ടോ. നിർത്തടി, നീ ഇനി ഒരക്ഷരം പോലും മിണ്ടിപ്പോരുത്. എൻ്റെ അമ്മ നിന്നെ മറക്കണമെന്നും നിന്നെ ഒഴിവാക്കണമെന്നും ഒക്കെ പറഞ്ഞ സമയത്ത് ഞാൻ എന്തായാലും കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നിന്നോടെല്ലാം ക്ഷമിച്ച് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്ന് മനസ്സിൽ ഉറപ്പിച്ചവനാണ് ഞാൻ. എന്നിട്ട് പോലും നീ ഇന്ന് ഈ കാണിച്ച കള്ളത്തരത്തിന് അനുഭവിച്ചതും നാണം കെട്ടതും മുഴുവൻ ഞാനാ. എന്തായാലും ഇത് ഞാൻ പൊറുക്കില്ല ശ്രുതി. നീ ഇനി ഒരിക്കലും നന്നാവത്തുമില്ല. ഇനി ഞാനാണ് പറയുന്നത്, എനിക്കിനി നിന്നെ എൻ്റെ ജീവിതത്തിൽ ആവശ്യമില്ല. ഞാനും നീയും തമ്മിൽ യാതൊരു ബന്ധവും എന്ന് ശ്രുതി അവിടെ വെച്ച് തന്നെ നേരിട്ട് പറയുകയാണ് കേട്ടോ. ശ്രുതി അങ്ങനെ പറയല്ലോ ശ്രുതി, ഞാൻ ശ്രുതിയുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ശ്രുതി കരയുന്നുണ്ടെങ്കിലും ചന്ദ്രമതിക്കങ്ങ് മനസ്സിൽ സന്തോഷമാണ് കേട്ടോ. എന്തായാലും ഇവൻ ഒരു ദിവസമെങ്കിലും സ്റ്റേഷനിൽ കിടന്നെങ്കിലും ശ്രുതി തന്നെ അവളെ വേണ്ടെന്ന് പറഞ്ഞല്ലോ. എന്തായാലും അത് മതി എനിക്കെന്ന് ചന്ദ്ര മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ആൻറ്റി പ്ലീസ് ആൻറ്റി എന്ന് പറഞ്ഞിട്ട് ശ്രുതി വരുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, മതി നിന്റെ നാടകങ്ങളൊക്കെ. ഇനി നീ അടുത്ത ഏതെങ്കിലും ഒരു പണക്കാരനെ കണ്ടുപിടിച്ച് കുറെ കള്ളത്തരങ്ങളൊക്കെ കയ്യിലുണ്ടല്ലോ, അവരുടെ പുറകെ പോവാൻ നോക്ക്. അല്ലാതെ ഇനി എൻ്റെ മോൻ്റെ ജീവിതത്തിലോ എൻ്റെ മോൻ്റെ നിഴലിൻ്റെ സൈഡിൽ പോലും നീ വന്നേക്കല്ലെന്നും പറഞ്ഞിട്ട് ശ്രുതിയും കൂട്ടിയിട്ട് ചന്ദ്രമതി അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. ശ്രുതി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വരുന്നുണ്ടെങ്കിലും മൈൻഡ് പോലും ചെയ്യാതെ നമ്മുടെ ശ്രുതി അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ സച്ചിയൊന്നും മിണ്ടാതെ വണ്ടി എടുത്തുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ്. ശ്രുതി ഇങ്ങനെ പൊട്ടിക്കരയാണ്. ഈ സമയം മീര ചെന്നിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട്, നീ കരയാതെ, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ, വീണ്ടും വീണ്ടും ഓരോരോ കള്ളത്തരങ്ങൾ കാണിക്കില്ലെന്ന്. ഇതിപ്പോ നിനക്ക് ഇരട്ടിയായില്ലേ, നിനക്കിനി ആ വീട്ടിൽ എന്തെങ്കിലും കാലുകുത്താൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതിയെ ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. ഇനിയെങ്കിലും നീ ഒരു നേർമാർഗത്തിൽ ജീവിക്കാൻ നോക്കുന്നൊക്കെ. ശ്രുതി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ശ്രുതിയുടെ ആറ്റിറ്റ്യൂഡ് അങ്ങ് മാറുന്നുണ്ട്. കണ്ണുനീരൊക്കെ തുടച്ചിട്ട്, മീരെ, എന്തായാലും ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ ആ വീട്ടിൽ തന്നെ ശ്രുതിയോടൊപ്പം ജീവിക്കുക തന്നെ ചെയ്യും. അതിനു വേണ്ടിയിട്ട് ഞാൻ എന്ത് കളിയും കളിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ശ്രുതി അവിടെ നിന്ന് അങ്ങ് എഴുന്നേറ്റ് പോകുന്നത്. അങ്ങനെ സച്ചിയാണെങ്കിൽ അവരെയും കൂട്ടി നേരെ ചന്ദ്രോദയത്തിലേക്ക് വരുന്നുണ്ട് കേട്ടോ.
അവരെ കണ്ടതും രവിയാണെങ്കിൽ ഓടി വന്നിട്ട് ശ്രുതിയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് കരയാണ് കേട്ടോ. ശ്രുതിയും ഇങ്ങനെ കരയുന്നുണ്ട്. അച്ഛാന്നും പറഞ്ഞിട്ട്, എടാ ശ്രുതി, നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയത്? ആ മുക്കുപണ്ടം കൊണ്ട് ബാങ്കിൽ പോയിട്ടല്ലേടാ ഈ നാണക്കേടൊക്കെ ആയത്. നിനക്ക് പണത്തിന് ആവശ്യമുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളോട് ചോദിച്ചാൽ പോരായിരുന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് രവി ഇങ്ങനെ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ പറ്റിപ്പോയച്ചാന്നും പറഞ്ഞിട്ട് കരയാണ്. ഈ സമയം സച്ചി പറയുന്നുണ്ട്, എന്ത് പറയാനാച്ചാ, ദേ ഒരിക്കലേ ഇവൻ കാരണം ഞാനും എൻ്റെ രേവതിയും കൂടിയിട്ട് ബാങ്കിൽ പോയി ഇതേ നിപ്പം നിന്നതാ. എന്തോ ഞാനും എൻ്റെ രേവതിയും ചെയ്ത പുണ്യം കൊണ്ട് മാത്രം മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടാതെ പെട്ടെന്ന് തന്നെ രക്ഷപ്പെട്ടു. അന്ന് എൻ്റെ രേവതി അവിടെ നിന്ന് എൻ്റെ രേവതിയുടെ കണ്ണിൽ നിന്ന് വീണ ആ കണ്ണുനീരുണ്ടല്ലോ, അതിൻ്റെ ഫലമാണ് വെച്ചാ ഇവൻ ഇന്ന് ഈ അനുഭവിച്ചതെന്ന് പറയുകയാണേ. അപ്പോഴേക്ക് രവി പറയുന്നുണ്ട്, എന്തായാലും ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കാതിരിക്കല്ലോ. എത്ര കള്ളത്തരങ്ങൾ ഒളിപ്പിച്ചു വെച്ചാലും ഒരു നാള് അത് പുറത്തു വരിക തന്നെ ചെയ്യുന്നേ. അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട്, അതേച്ചാ, എന്തായാലും അതിൻ്റെ ശിക്ഷ തന്നെയാണ് ഇവൻ ഇന്നീ കിട്ടിയത്. അതേ മുക്കുപണ്ടം കൊണ്ട് തന്നെ ഇവൻ ഇപ്പോൾ നാണം കെട്ടില്ലേന്നേ. എടാ സച്ചി, നീ ശവത്തിൽ കുത്തല്ലേടാന്നും പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ കണ്ണുനീരൊക്കെ തുടക്കുകയാണേ. അങ്ങനെ രവി പറയുന്നുണ്ട്, എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു ശ്രുതി, ഇനിയെങ്കിലും നീ ഒരു നല്ല മനുഷ്യനാവാൻ നോക്ക്. നീ സത്യസന്ധമായിട്ട് ജീവിച്ചാൽ തന്നെ നിനക്ക് നല്ലതേ ഉണ്ടാവൂ എന്നൊക്കെ പറഞ്ഞിട്ട് രവി ശ്രുതിയെ കൂട്ടിയിട്ട് അകത്തേക്ക് അങ്ങ് കയറി പോകുന്നുണ്ട്. പിന്നീടായിട്ട് കാണിക്കുന്നത് നമ്മുടെ സച്ചിയുടെ ടാക്സി സ്റ്റാൻഡാണ് കേട്ടോ. അവിടേക്ക് നമ്മുടെ സച്ചി നിൽക്കുമ്പോഴേക്ക് രേവതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. രേവതിയെ കണ്ടതും സച്ചി വയ്ക്കുന്നുണ്ട്, എന്താ രേവതി, എന്താ നീ ഇവിടെയെന്നേ? അത് സച്ചിയേട്ടാ, ശരത്ത് എന്നെ വിളിച്ചിരുന്നു, ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞോന്നേ. നിന്നെയും വിളിച്ചോ? അവൻ എന്നോടും പറഞ്ഞു ഇവിടെ കാണണം, ശരത്ത് ഇപ്പോൾ എത്തിക്കോളാന്നേ. എന്താ രേവതി, അവൻ പാസ്സായോ? നമ്മളോട് ആ സന്തോഷ വാർത്ത പറയാനായിരിക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആവണേ. അതൊന്നും അറിയില്ല സച്ചിയേട്ടാ, അവന് രണ്ടുപേരോടും സംസാരിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടായിരിക്കും വരുന്നേന്നേ. അങ്ങനെ ശരത്തിനെ കാണുമ്പോൾ തന്നെ സച്ചി ഓടിപ്പോയിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ശരത്തെ, നല്ല മാർക്കോട് കൂടി നീ പാസ്സായോന്നേ? അതല്ല സച്ചിയേട്ടാ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്, മറ്റൊന്നുമല്ല, ഞാൻ ദേവുവിനെ കുറിച്ച് പറയാൻ വന്നതാണെന്നേ. അപ്പോഴേക്കും രേവതി ഇങ്ങനെ ശരത്തിനെ നോക്കുന്നുണ്ട്, എന്താ നിനക്ക് പറ്റിയെന്നേ? അത് ചേച്ചി, ഇപ്പോൾ ചേച്ചിയാണെങ്കിൽ ആകെ വിഷമത്തിലുള്ളത്. കഴിഞ്ഞ ദിവസം അരുണേട്ടനെ പോയി കണ്ടിട്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഇനി ഒരിക്കലും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നൊക്കെ തീർത്ത് പറഞ്ഞു. ദേവുവാണെങ്കിൽ ഇനി മറ്റൊരു വിവാഹത്തെക്കുറിച്ച് പോലും ചിന്തിക്കുന്നില്ലെന്നുള്ള രീതിയിലാണ് പറഞ്ഞതെന്നേ. അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട്, ഇതിനിപ്പോൾ എന്താ ഇത്ര വിഷമിക്കാനുള്ളത്? ദേവു പഠിപ്പും നല്ല വിവരവും ഒക്കെ ഉള്ള കുട്ടിയല്ലേ, അവൾ എന്തായാലും നല്ല തീരുമാനമല്ലേ എടുത്തത്. അല്ലെങ്കിൽ തന്നെ അവനുമായിട്ട് ആർക്കാ ഒന്നിച്ച് മുമ്പോട്ട് പോകാൻ പറ്റുന്നത്? ദേവുവിനെ ഞാൻ നല്ല ചെറുക്കനെ തന്നെ കണ്ടെത്തി കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. ഈ സമയം ശരത്ത് പറയുന്നുണ്ട്, അങ്ങനെയല്ല സച്ചിയേട്ടാ, ദേവു ഇതൊക്കെ പറഞ്ഞത് ഒരുപാട് പൊട്ടിക്കരഞ്ഞുകൊണ്ടാ. ഇപ്പോ ദേവുവിനെ ദേവു ചേച്ചിനെ കണ്ടിട്ട് ആകെ അങ്ങ് വിഷമാവുക. ഭക്ഷണവും ഇല്ല, ആരോട് സംസാരിക്കാറുമില്ല, എപ്പോഴും ആ ഒരു റൂമിൽ തന്നെ ഒരേ ഇരിപ്പാ. ഇതൊക്കെ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാ ഞാൻ നിങ്ങളോട് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാന്ന് കരുതിയെന്ന് ശരത്ത് പറയുന്നുണ്ട്. ഈ സമയം സച്ചി പറയുന്നുണ്ട്, അതെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, അതുപോലെ ഒരുത്തനെ സ്നേഹിച്ചു പോയല്ലോ എന്നുള്ള ഓർത്ത് കുറ്റബോധം കണ്ടാണ് ദേവു കരയുന്നതെന്നേ. അപ്പോഴേക്ക് രേവതിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഒന്ന് നിർത്തുന്നുണ്ടോ? സച്ചിയേട്ടൻ എപ്പോഴും സച്ചിയേട്ടൻ്റെതായ കുറച്ച് ചിന്തകൾ മാത്രമാണ് മനസ്സിലുള്ളത്, മറ്റുള്ളവർ എന്താണ് പറയുന്നതെന്നെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാനേ. അപ്പോഴേക്ക് ശരത്ത് പറയുന്നുണ്ട്, സച്ചിയേട്ടാ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, ദേവു ഇപ്പോൾ ഞങ്ങളെക്കായിലൊക്കെ ഒരുപാട് ബുദ്ധിയും കാര്യസാമർഥ്യവും ഒക്കെ ഉള്ള ആളാണ്. രേവതി ചേച്ചിയെ പോലെ തന്നെ ദേവു ഒരുപാട് കഷ്ടപ്പെട്ട് ഞങ്ങൾ വളർന്ന് പഠിച്ചു വന്നവരാണ്. അതുകൊണ്ട് തന്നെ തെറ്റായ ഒരു തീരുമാനം എടുക്കുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. ദേവു ഒരുപാട് ചിന്തിച്ചാണ് അരുണേട്ടനെ കണ്ടെത്തിയിരിക്കും. അതുകൊണ്ടാണ് അവൾ ചേച്ചി ഉറച്ചു പറയുന്നത്. എന്തായാലും അരുണേട്ടൻ നല്ല ഒരാളാണെന്ന് തന്നെയാണ്.
പിന്നെ ഇപ്പോൾ സച്ചിയേട്ടന് ഒരിക്കലും വിഷമിക്കരുതെന്ന് കരുതി സച്ചിയേട്ടന് അത്രത്തോളം ബഹുമാനം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അരുണേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് ഈ വിവാഹം വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. അതാണ് എനിക്ക് സഹിക്കാൻ വയ്യാത്തതെന്നെ. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ സച്ചിക്ക് അങ്ങ് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. പല്ലൊക്കെ ഇങ്ങനെ കടിക്കുന്നുണ്ട്. എന്നാലും ശരത്ത് പറയുന്നുണ്ട്, സച്ചിയേട്ടാ എന്തായാലും ഇതുവരെ ദൈവം നമ്മളോട് ഒരു കാര്യവും ആവശ്യപ്പെട്ടിട്ടില്ല. ഈ ഒരു വിവാഹം മാത്രം, അത് ദേവുവിന് വേണ്ടിയിട്ട് സച്ചിയേട്ടനൊന്ന് ക്ഷമിച്ചു കൊടുത്തൂടെ? സച്ചിയേട്ടൻ്റെ സമ്മതം ഉണ്ടെങ്കിൽ ദേവു ചേച്ചി ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ട് ജീവിക്കുമെന്ന് ഇങ്ങനെ പറയുകയാണേ. ഇത് കേൾക്കുമ്പോഴേക്കും സച്ചിയുടെ നിയന്ത്രണം അങ്ങ് കൈവിട്ടു പോകുന്നുണ്ട്. മതിയടാ, നിർത്ത്. നീ കോളേജിലെ പഠിപ്പ് കഴിഞ്ഞിട്ട് ഇപ്പം എന്നെ പഠിപ്പിക്കാൻ വേണ്ടി വരുവാണോ എന്ന് ചോദിക്കുകയാണേ. സച്ചിയേട്ടാ അതല്ല എന്ന് പറഞ്ഞിട്ട് ശരത്ത് ഇങ്ങനെ പറയാൻ പോകുന്നുണ്ടെങ്കിലും സച്ചി പറയുന്നുണ്ട്, എടാ നീ തന്നെ പഠിക്കുന്ന നിന്റെ കൂടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. അവന്മാരൊക്കെ ഒരു പെണ്ണിനെ വളയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കള്ളത്തരങ്ങൾ വേണമെങ്കിലും അവരുടെ മുമ്പിൽ കാണിച്ചു കൂട്ടും. അതുപോലെ തന്നെ ഒരു കപട മുഖമുള്ളവനാ ഈ അരുണെന്ന് പറയുന്നവനും. ഇവൻ്റെയൊന്നും തനിക്കോണം നിങ്ങൾക്കാർക്കും അറിയത്തില്ലാത്തത് കൊണ്ടാണ്. ഇപ്പൊ ദേവുവിന്റെ മുമ്പിൽ അവ നന്നായിട്ട് അഭിനയിച്ച് ദേവുവിനെ വളച്ചു വെച്ചിരിക്കുക. അതെ, അത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നമ്മളാ. നിങ്ങളിങ്ങനെ പുറമെ എല്ലാവരെയും കാണുമ്പോൾ അങ്ങനെ അങ്ങ് വിശ്വസിക്കും. എന്നാൽ ഞാൻ എങ്ങനെയല്ല. എനിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ അവൻ എങ്ങനെയുള്ളവനാണെന്ന് വ്യക്തമായിട്ട് അറിയാമെന്നൊക്കെ പറയുകയാണ്. അപ്പോഴേക്കും ശരത്ത് വീണ്ടും ഇങ്ങനെ ആ അരുണിൻ്റെ വിവാഹത്തിന് സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നോരോന്നും പറഞ്ഞ് ന്യായീകരിക്കുന്നുണ്ടെങ്കിലും സച്ചി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. മതി, നീയൊക്കെ എന്താ കരുതിയിരിക്കുന്നത്? എല്ലാവരും കൂടിയിട്ട് എന്നെ കുറ്റപ്പെടുത്തുന്നു. നിങ്ങളൊക്കെ പറയുന്നത് കേട്ടാ ദേവുവിനെന്തോ ഉപദ്രവം വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഓർക്കുമല്ലോ. എന്തായാലും ദേവുവിൻ്റെ നല്ലതിന് വേണ്ടി മാത്രമാണ് ഞാനിങ്ങനെ പറയുന്നത്. എന്തായാലും അരുണുമായിട്ട് ദേവുവിന് വിവാഹം നടക്കില്ല എന്നൊക്കെ തന്നെ ഉറച്ച് പറയുകയാണ് കേട്ടോ സച്ചി. ഇത് കേൾക്കുമ്പോഴേക്കും രേവതിക്കും അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. രേവതിയാണെങ്കിൽ ശരത്തിനോട് പറയുന്നുണ്ട്, ശരത്തെ മതിയടാ, നീ സച്ചിയേട്ടനോട് കൂടുതൽ ഒന്നും സംസാരിക്കണ്ട. സച്ചിയേട്ടൻ്റെ വിചാരം സച്ചിയേട്ടൻ എല്ലാം അങ്ങ് അറിയാവുന്നതാണ് എന്ന് പറയണേ. ഇത് കേൾക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, രേവതി നീ എന്തായി പറയുന്നത്? എനിക്ക് കുറച്ച് പഠിത്തം കുറവുണ്ടായിരിക്കാം. ഞാനേ ഒരുപാട് ആളുകളുമായിട്ട് ദിവസവും ഇടപഴകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരെയും നല്ല രീതിയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. രേവതി, ആ അരുണിനെ കുറിച്ച് നിനക്ക് നല്ല അഭിപ്രായമാണോ ഉള്ളത്? അവന് ഒരു കാര്യമില്ലാതെ എൻ്റെ കാറിൻ്റെ ബ്രേക്ക് പോയിട്ട് പോലും ഞാൻ അറിഞ്ഞുകൊണ്ട് അവനെ ആക്സിഡൻ്റ് ആക്കാൻ ശ്രമിച്ചതാണെന്നും പറഞ്ഞ് എൻ്റെ ലൈസൻസ് വരെ കട്ടാക്കാൻ നോക്കിയില്ലേ? അത്രയ്ക്ക് ക്രിമിനലാണ് അവനെന്ന് പറയുന്നുണ്ട്. എന്നാൽ രേവതി പറയുന്നുണ്ട്, സച്ചേട്ടാ നിങ്ങളും അതുപോലെ തന്നെ തിരിച്ചതിനെ പ്രയോഗിച്ചല്ലോ, അപ്പം നിങ്ങളും ക്രിമിനലാണോ? അതെ, അദ്ദേഹത്തിൻ്റെ വീഡിയോ എടുത്ത് വൈറലാക്കിയിട്ട് അദ്ദേഹം മരുന്ന് മേടിക്കാൻ പോയതായിരുന്നല്ലോ. അതുപോലും മനസ്സിലാക്കാതെ അദ്ദേഹം ഇപ്പോൾ സസ്പെൻഷനിലായില്ലേ? അതൊക്കെ സച്ചിയേട്ടനും ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ശരത്തപ്പോഴേക്കും പറയുന്നുണ്ട്, സച്ചിയേട്ടാ നിങ്ങൾ തമ്മിൽ ചെറിയ എന്തോ ഒരു ഈഗോ പ്രശ്നമുള്ളൂ. അത് ഇരുന്ന് സംസാരിച്ച് തീരാവുന്നതല്ലേ ഉള്ളൂന്നേ. ഇത് കേൾക്കുമ്പോഴേക്കും സച്ചിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. ശരിയടാ, ഇരുന്ന് സംസാരിക്കാം. നീ പോയി ഒരു പൂമാല മേടിച്ചോണ്ടോ, അവനെ മാലയിട്ട് ഇരുത്തി തന്നെ ഞാൻ സ്വീകരിക്കാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. പിന്നെ നീ എന്താടാ പറഞ്ഞു വരുന്നത്? നീ തന്നെ പറഞ്ഞല്ലോ നിന്റെ ചേച്ചിയും ദേവുവും ഒക്കെ ഒരുപാട് ചെറുപ്പം തൊട്ടേ കഷ്ടപ്പെട്ട് വളർന്നവരാണെന്ന്. അപ്പോൾ നിങ്ങൾ എന്നെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലേ? ഞാൻ ചെറുപ്പത്തിൽ എത്രമാത്രം കഷ്ടപ്പെട്ട് തന്നെയാണ് ഞാനും വളർന്നത്. എനിക്കും എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ഒരിത്തിരി സ്നേഹം പോലും കിട്ടിയിട്ടില്ല. ആ വീട്ടിൽ എൻ്റെ അനിയനും ചേട്ടനും കിട്ടുന്ന ഒരു ബഹുമാനമോ സ്നേഹമോ എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ അച്ഛൻ മാത്രമാണ് എന്നെ ഇതുവരെ സ്നേഹിച്ചിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ രേവതി വന്നതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ ഒരല്പം സമാധാനം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നീ പറഞ്ഞതുപോലെ ഇപ്പോൾ എൻ്റെ രേവതി എൻ്റെ വീട്ടിലേക്ക് കയറി വന്നതിന് ശേഷം എൻ്റെ അമ്മ എങ്ങനെയാണ് രേവതിയെ കാണുന്നതെന്നും നിനക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ദേവുവിന് അങ്ങനെ ഒന്നും സംഭവിക്കാൻ പാടില്ല. വീട്ടിലിപ്പോൾ അമ്മ സ്നേഹിക്കുന്നില്ലെങ്കിലും അച്ഛനും ശ്രീകാന്തും ഞാനും രേവതിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ തൻ്റെ കൂടെ ജീവിക്കുന്ന പങ്കാളി ശരിയല്ലെങ്കിൽ ആ ജീവിതം ഒരിക്കലും സന്തോഷമാകത്തില്ല. ദേവുവിനെ അവനെപ്പോഴും ഒരു അക്യൂസ്ഡ് ആയിട്ടായിരിക്കും കാണുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി വീണ്ടും പറയാണ് കേട്ടോ. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ നിങ്ങൾ എന്തിനാ ഈ ആവശ്യമില്ലാതൊക്കെ ചിന്തിച്ച് കൂട്ടുന്നത്? ദേവുവിന് അരുണിനെ അദ്ദേഹത്തിനെ ഇഷ്ടമല്ലേ എന്ന് പറയുന്നുണ്ട്.
എന്ന് സച്ചി പറയുന്നുണ്ട്. ദേ രേവതി, ദേവു കൊച്ചു പെൺകുട്ടിയാണ്. അവൾക്കിപ്പോൾ തീരുമാനങ്ങളൊന്നും എടുക്കാനോ ആരെയും തിരിച്ചറിയാനോ ഒന്നും പക്വതയായിട്ടില്ല. നമ്മൾ വേണം അതൊക്കെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ദേവു ഇപ്പോൾ ആ ചെറുക്കനെ ദേവുവായിട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളായിട്ടിനി അതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കണ്ട. അതങ്ങനെ അവിടെ നിൽക്കട്ടെ. ഞാൻ തന്നെ ദേവുവിന് നല്ലൊരു ചെറുക്കനെ കണ്ടെത്തി നമ്മൾ ദേവുവിൻ്റെ വിവാഹം നല്ല രീതിയിൽ നടത്തുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ശരത്ത് വീണ്ടും വീണ്ടും ദേവുവിനെ കുറിച്ച് ഇങ്ങനെ പറയാൻ വരുന്നുണ്ടെങ്കിലും സച്ചി ഇതൊന്നും പറയാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ. സച്ചിയേട്ടാ അതല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ദേ ശരത്തെ, ഞാൻ പറയാനുള്ള പറഞ്ഞു. പിന്നെ എനിക്കൊരു ട്രിപ്പ് വന്നിട്ടുണ്ട്, ഞാൻ പോട്ടെ എന്നും പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോവാണ് കേട്ടോ. ശരത്തിന് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. എന്താ ചേച്ചി ഈ സച്ചിയേട്ടൻ ഇങ്ങനെ നമ്മൾ പറയുന്നൊന്നും കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ലല്ലോ എന്നേ. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, എടാ ശരത്തെ, സച്ചേട്ടൻ ഇപ്പോഴും ആ അരുണ് നല്ലവനല്ലെന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് നിൽക്കുന്നത്. ദേവുവിന് നല്ലൊരു ചെറുക്കനെ കണ്ടെത്താനാ സച്ചേട്ടൻ ഇങ്ങനെ കിടന്ന് പാടുപെടുന്നത്. എന്നാൽ ദേവുവിൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ശരത്തും പറയുന്നുണ്ട്, ചേച്ചി ചേച്ചിയുടെ ഇരിപ്പ് കണ്ട സഹിക്കത്തില്ല. എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ എന്ന് പറയാനേ. എന്തായാലും നീ വീട്ടിലോട്ട് ചെല്ല്, ഞാൻ സച്ചിയേട്ടനോട് ഒന്നുകൂടി സമാധാനത്തിൽ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കിക്കാന്നും പറഞ്ഞിട്ട് രേവതിയും അവിടെ നിന്നങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ വൈകിട്ടാവുമ്പോഴേക്കും സച്ചി വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഈ സമയവും രേവതി പോയിട്ട് അരുണിൻ്റെയും ദേവുവിൻ്റെയും കാര്യങ്ങൾ തന്നെയാണ് സംസാരിക്കുന്നത്. സച്ചേട്ടൻ ഒന്നുകൂടി ഒന്ന് ചിന്തിച്ച് നോക്ക്. ദേവു കണ്ടെത്തിയത് ഒരിക്കലും തെറ്റായി ഇരിക്കണമെന്നില്ല. സച്ചേട്ടൻ അങ്ങനെ ഒന്ന് തോന്നിയെന്ന് കരുതിയിട്ട് അരുണിനെ ദേവു നല്ല രീതിയിൽ മനസ്സിലാക്കിയതാണ്. അവര് സന്തോഷത്തോടു കൂടി തന്നെ ജീവിക്കും. ആ അമ്മയ്ക്കും ദേവിനെ ഭയങ്കര ഇഷ്ടമാണ്. അവൾ നല്ലൊരു മരുമകളും നല്ലൊരു ഭാര്യയായിരിക്കും ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. രേവതി, നിന്നോട് ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് വട്ടം പറഞ്ഞു തന്നതാണ്. ഞാൻ ദേവുന് നല്ല ചെറുക്കന്മാരെ നോക്കുന്നുണ്ടെന്ന്. സച്ചേട്ടൻ ആദ്യം അതൊന്ന് നിർത്തുന്നുണ്ടോ? ദേവുന് മറ്റാരെയും ചിന്തിക്കാൻ പോലും പറ്റില്ല. ദേവുന് ഇഷ്ടമാണെങ്കിൽ പിന്നെ സച്ചേട്ടൻ എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നുണ്ടേ. രേവതി, നിന്നോട് ഞാൻ പറഞ്ഞു, ദേവുന് നീ എൻ്റെ അനിയത്തിയാണെങ്കിൽ എനിക്കും ദേവുവിൻ്റെ സ്വന്തം പെങ്ങളാ. അവളുടെ വിവാഹത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട്. അപ്പോഴേക്കും രേവതിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. സച്ചിയേട്ടൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് മാത്രം ഓർക്കാതെ മറ്റുള്ളവരെ കൂടി ഒന്ന് ചിന്തിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണേ. അപ്പോഴേക്കും സച്ചിയുടെ കൺട്രോൾ അങ്ങ് പോവാണ് കേട്ടോ. രേവതി, നീയും നിന്റെ അനിയനും എല്ലാവരും കൂടിയിട്ട് പറയുന്ന കേട്ടാ എനിക്കെന്തോ ദേവുവിൻ്റെ ജീവിതം നശിപ്പിക്കാനായിട്ടാണല്ലോ ഞാൻ ഇതൊക്കെ പറയുന്നതെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. എല്ലാവരും ഇപ്പോൾ സപ്പോർട്ട് കാണും. എന്നാൽ ദേവു ജീവിക്കാൻ പോകുന്നത് അവൻ്റെ കൂടെയാണ്. പിന്നീട് എന്ത് സംഭവിച്ചാലും ദേവു മാത്രമായിരിക്കും അനുഭവിക്കുന്നത്. ദേവുവിനെ അങ്ങനെ ഒരു അവസ്ഥയിൽ കാണാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ രേവതി വീണ്ടും ഇതിനെ ന്യായീകരിക്കുമ്പോഴേക്കും സച്ചി അവിടെ കിടന്നങ്ങ് ഒച്ചയിടുകയാണ് കേട്ടോ. രേവതി, ഇതിനെക്കുറിച്ച് നീ ഇനി എന്നോട് ഒരു വക സംസാരിക്കാൻ വരരുത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും രേവതി സംസാരിക്കുമ്പോൾ എല്ലാം കൂടി തട്ടി തെറിപ്പിച്ചിട്ട് സച്ചി അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോവുകയാണ് കേട്ടോ. അപ്പോഴേക്കും രേവതി അവിടെ ഇരുന്ന് കരയുക മാത്രമാണ് ചെയ്യുന്നത്. ഇങ്ങനെ സച്ചിനെ കുറ്റപ്പെടുത്തിയൊക്കെ രേവതി സംസാരിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും സച്ചി അപ്പോഴേക്കും ചന്ദ്ര ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ചന്ദ്ര ഇറങ്ങി വന്നിട്ട് സച്ചിയോട് ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ പ്രശ്നമെന്നേ? ഒന്നുമില്ലമ്മേ, ദേവുവിൻ്റെ കാര്യം സംസാരിച്ചതാന്ന് പറയുമ്പോഴേക്കും ചന്ദ്രയും വന്നിട്ട് സച്ചിയുടെ സൈഡിൽ നിന്നിട്ട് സംസാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ സച്ചി പറഞ്ഞ ഒരു കാര്യത്തിന് ആദ്യമായിട്ടാണ് നമ്മുടെ ചന്ദ്ര ഒന്ന് കൂടെ നിൽക്കുന്നത്. അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, നിനക്കിപ്പോൾ എന്താ ഇത്ര നിർബന്ധം? അവനാണല്ലോ സച്ചിയുടെ കാറിന് കള്ളക്കേസ് ഉണ്ടാക്കിയതും എത്രയും ദുഷ്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടിയതും. സച്ചി പറയുന്നത് പോലെ മറ്റൊരു നല്ല ചെറുക്കനെ തന്നെ കണ്ടെത്തി നിന്റെ അനിയത്തിയുടെ വിവാഹം നടത്താന്നല്ലേ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് ചന്ദ്ര സംസാരിക്കുമ്പോൾ സച്ചിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് സന്തോഷമാവുകയാണ് കേട്ടോ. കാരണം തൻ്റെ രേവതി പോലും ഈ അവസ്ഥ മനസ്സിലാക്കാത്ത സമയത്ത് തൻ്റെ മനസ്സ് മനസ്സിലാക്കി തൻ്റെ അമ്മ കൂടെ ആദ്യമായിട്ടൊന്ന് നിന്നല്ലോ. അങ്ങനെ സച്ചി പോയിട്ട്
നല്ല കുടിച്ച് നല്ല പൂസായാണ് കേട്ടോ കയറി വരുന്നത്. അങ്ങനെ പാസ്സായി വരുന്നത് എൻ്റെ അമ്മ കണ്ടോ, എൻ്റെ നല്ല തങ്ക മനസ്സാണെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രനെ ഇങ്ങനെ കയറി പിടിക്കാനൊക്കെ പോണേ. സച്ചിക്ക് കാലൊന്നും തറയിൽ ഉറയ്ക്കുന്നില്ല. അങ്ങനെ സച്ചി വന്നിട്ട് എൻ്റെ അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സ്നേഹത്തോട് കൂടിയിട്ട് ചന്ദ്രയുടെ തലയിലിങ്ങനെ മടിയിലിങ്ങനെ തലവെച്ച് കിടക്കുന്നുണ്ട്. എന്നാൽ ചന്ദ്ര തള്ളി നീക്കാനോ സച്ചിനെ ഓടിച്ചു വിടാനോ ഒന്നും പോകുന്നില്ല കേട്ടോ. കാരണം സുധിയെ ജയിലിൽ നിന്ന് ഇറക്കിയതും ഇപ്പോൾ എല്ലാ കാര്യത്തിനും കൂടെ നിന്നതൊക്കെ സച്ചിയാണല്ലോ. അങ്ങനെ ബർത്ത്ഡേയുടെ കാര്യങ്ങളൊക്കെ സച്ചി ചെയ്തു കൊടുത്തുകൊണ്ട് തന്നെ ചന്ദ്രയ്ക്ക് ഇപ്പോൾ എത്ര നേരത്തേനാണെന്നൊന്നും നമുക്കറിയില്ല, സച്ചിയോടൊരല്പം സ്നേഹമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സച്ചി ആദ്യമായിട്ട് സ്വന്തം അമ്മയുടെ മടിയിലൊന്ന് കിടക്കാനും ആ ചന്ദ്രയുടെ ഒരു തലോടലൊക്കെ കിട്ടാനും നമ്മുടെ സച്ചിക്ക് അവസരം ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്നതെന്ന് അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് കാണാം. സച്ചിയോടുള്ള സ്നേഹം ചന്ദ്ര തുടരുവാണോ, അതോ പെട്ടെന്നൊരു നിമിഷത്തിൽ വീണ്ടും ചന്ദ്രയുടെ തനി സ്വരൂപം പുറത്തു വരുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടമായ ബാക്കി വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളായിട്ടും കൂടി രേഖപ്പെടുത്തി സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.